അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന അറിവാണ് ഇന്ന് പറയുന്നത്. നാളെ ബദർ ദിനമാണ്. ബദർ യുദ്ധമുണ്ടായ ദിനമാണ്. ഇസ്ലാമിലെ പ്രഥമ യുദ്ധമായ ബദർ വിജയിച്ച ദിവസമാണ്. ബദർ യുദ്ധം വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം പരാജയപ്പെടുമായിരുന്നു. ഇസ്ലാമിന് വേണ്ടി പടപൊരുതി വമ്പൻ വിജയം നമുക്ക് നൽകിയ ബദരീങ്ങളെ നാം ഓർക്കുക തന്നെ വേണം. അവരെ അനുസ്മരിക്കുക തന്നെ വേണം. അതിനാൽ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലിലോ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതണം, ഫാത്തിഹ ഓതണം, ബദർ മൗലിദ് വീട്ടിൽ ചൊല്ലണം, മജ്ലിസുന്നൂർ ചൊല്ലണം. അസ്മാഉൽ ബദർ നാം എല്ലാവരും ഓതി ദുആ ചെയ്യണം, അവരെ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതിന്റെ കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ ദിവസം കൂടുതലായി ചൊല്ലിയിരുന്ന ദിക്റും പതിവാക്കുക. ദിക്റ് പറയാം. അൽ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു കുറിക്കുന്നത് കാണുക. ബദർ ദിനം ഹിജ്റ 2-ാം വർഷം റമളാൻ മാസം 17-നായിരുന്നു. അന്നത്തെ രാവിൽ തിരുദൂതർ നിസ്കാര കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിയിരുന്നു. അവിടുന്ന് സുജൂദിൽ കിടന്നു. യാ ഹയ്യാ ഖയ്യൂം, യാ ഹയ്യാ ഖയ്യൂം, യാ ഹയ്യാ ഖയ്യൂം എന്ന ദിക്റ് ആത്മാർത്ഥമായി ആവർത്തിച്ചിരുന്നു. അതുപോലെ യുദ്ധ ദിവസവും പകലിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റ് കൂടുതൽ ചൊല്ലിയിരുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധക്കളത്തിൽ നിന്ന് ഇടയ്ക്കിടെ അലി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു വിവരമറിയിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു സമീപിച്ച വേളയിലെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യാ ഖയ്യൂം, യാ ഹയ്യാ ഖയ്യൂം എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് കണ്ടത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം ലഭിച്ചു. മഹാനായ അബ്ദുറഹ്മാൻ ശാമി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹയ്യാ ഖയ്യൂം എന്നതിൽ ഒന്ന് ഇസ്മുൽ ആളം ആണെന്ന് അഭിപ്രായമുണ്ട്. അഥവാ ഈ ഇസ്മുകൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവരുടെ ദുആക്ക് ഉത്തരം ലഭിക്കും ഉറപ്പ്. യാ ഹയ്യു എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹ്, യാ ഖയ്യൂം എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന അല്ലാഹ് എന്നുമാണ് ഈ ദിക്റുകളുടെ അർത്ഥം. അതിനാൽ ഇന്ന് രാത്രിയും നാളെ പകലിലുമായി ഈ ഇസ്മുകൾ ധാരാളം ചൊല്ലുക, ബദരീങ്ങളെ ഓർക്കുക, അവരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. ഉറപ്പായും ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാഹ്.